ഹലോ എവരി വൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മീനിങ് ഓഫ് ടാക്സ് ആണ്. വെൽക്കം ടു കൊമേഴ്സ് സിംപ്ലിഫൈഡ്. അപ്പോൾ ഇൻകം ടാക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടാക്സ് എന്താണ് എന്നുള്ളത് പഠിക്കുക, അല്ലെങ്കിൽ ടാക്സിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മീനിങ് ഓഫ് ടാക്സ് എന്ന കോൺസെപ്റ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ടാക്സിനെ പറ്റി അല്ലെങ്കിൽ ടാക്സേഷനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 368 സബ്സെക്ഷൻ 28, ഈ സബ്സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്, ഒരു സെക്ഷൻ, ഒരു മെയിൻ സെക്ഷൻ ഉണ്ടാവും. അതിൽ നമുക്ക് തൊട്ടപ്പുറത്ത് ബ്രാക്കറ്റിലിട്ടിട്ട് ബ്രാക്കറ്റിൽ ഇവിടെയാണെങ്കിൽ ആർട്ടിക്കിൾ 366 ബ്രാക്കറ്റിൽ 28 ആണ്. അത് സെക്ഷൻ്റെ സബ്സെക്ഷനാണ്. ഓക്കെ, ഇപ്പം അത്ര മനസ്സിലാക്കിയാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, ടാക്സേഷൻ മീൻസ് ദി ഇമ്പോസിഷൻ ഓഫ് എനി tax or duty called imposed whether general or local or special. ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്തേക്കുവാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്. ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടി ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഇമ്പോസ് ചെയ്യുന്നതിനാണ്. അവരെ ആ ഒരു ടാക്സ് പേ ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ അവരിലേക്ക് ഒരു എമൗണ്ട് ഇമ്പോസ് ചെയ്യുന്നതിനെയാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഈ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തരത്തിൽ വേണേലും ആകാമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇൻകം ടാക്സിൻ്റെയും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെയും ഒക്കെ ബേസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഒരു സിംപ്ലിഫൈഡ് വേർഷനാക്കി നമ്മളൊന്ന് ചുരുക്കി ഒന്ന് എളുപ്പത്തിൽ പറയാനായിട്ട് നോക്കുവാണെങ്കിൽ, എ ടാക്സ് ഈസ് മണി ദാറ്റ് പീപ്പിൾ ആൻഡ് ബിസിനസ് മസ്റ്റ് പേ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിലേക്ക് പീപ്പിൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ടാക്സിൻ്റെ പേരിൽ ഒരു എമൗണ്ട് പേ ചെയ്യുന്നതിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. ഒരു എമൗണ്ട് കുറച്ച് ആളുകൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമൊക്കെ ഗവൺമെൻറ്റിലേക്ക് നിർബന്ധിതമായിട്ട് പേ ചെയ്യേണ്ട എമൗണ്ടാണ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ടാക്സ് എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. ആർക്കും ടാക്സിൽ നിന്ന് മുക്തിയില്ല. നമ്മൾക്കിപ്പോൾ ഗവൺമെൻറ് ഇത്രയാണ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു എമൗണ്ട് എല്ലാവരും പേ ചെയ്തിരിക്കണം. അതാണ് ടാക്സ് കമ്പൽസറി ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞെന്താ, ഒരു ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം മസ്റ്റ് പേ ടു ദ ഗവൺമെൻറ് ആണ്. ഈ മസ്റ്റ് പേ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. മസ്റ്റ് പേ ടു ദ ഗവൺമെൻറ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് കമ്പൽസറി ആണ്. കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ വ്യക്തികൾ മസ്റ്റായിട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട പൈസയാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം എ ടാക്സ് ഈസ് മണി ദാറ്റ് പീപ്പിൾ ആൻഡ് ബിസിനസ് മസ്റ്റ് പേ ടു ദ ഗവൺമെൻറ്. ഇറ്റ് ഈസ് കമ്പൽസറി ആൻഡ് വി ഡോണ്ട് ഗെറ്റ് എ ഡയറക്റ്റ് ബെനിഫിറ്റ് ഇൻ റിട്ടേൺ. ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ നമ്മൾ നോക്കുന്നത്, വൈ ഡു വി പേ ടാക്സസ്? എന്തിനാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്? മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടു, നമുക്ക് എന്താ ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്ന് നമ്മൾ കണ്ടു അല്ലേ. ടാക്സ് പേ ചെയ്തെന്നോർത്ത് നമുക്കൊരു ഡയറക്റ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ടാക്സ് പേ ചെയ്യുന്നത്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടാക്സസ് ആർ കോൾഡ് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നതിന് നമ്മളൊരു എമൗണ്ട് പേ ചെയ്യുന്നതിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മളൊരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ്, എന്തെങ്കിലും ടൈപ്പുള്ള ബെനിഫിറ്റ്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു സമൂഹത്തിൽ ഒരു സമൂഹമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതിൽ നമ്മൾ ഒരു എമൗണ്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ അത് എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ ബിൽഡ് ചെയ്യാനും, ലൈക്ക് ബിൽഡിങ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ബ്രിഡ്ജസൊക്കെ നമ്മൾ ഗവൺമെൻറ് പണിത് തരുന്നത് ഈ ടാക്സിൽ നിന്നുള്ള എമൗണ്ടിൽ നിന്നാണ്. അതാണ് പറയുന്നത് ടാക്സസ് ആർ കോൾഡ് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ എ സൊസൈറ്റി. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന പണത്തിനെയാണ് ടാക്സ് എന്ന് പറയുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ്
കാരണം എന്താ, ദേ ഹെൽപ്പ് ദ ഗവൺമെൻറ് റൺ ദ കൺട്രി. എന്താ, നമ്മൾ ആ കൊടുക്കുന്ന എമൗണ്ട് ആ ഒരു രാജ്യത്തെ നിയന്ത്രിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഗവൺമെൻറ്റിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ടാക്സസ് ആർ കോൾഡ് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ എ കൺട്രി ബിക്കോസ് ദേ ഹെൽപ്പ് ദ ഗവൺമെൻറ് ടു റൺ ദ കൺട്രി. അതായത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട്, അത്രയേ ഉള്ളൂ ടാക്സ് എന്ന് പറയുന്നത്. ആ ഒരു ടാക്സ് എമൗണ്ട് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് നമ്മൾ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമ്മുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ഈ പൈസയൊക്കെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഗവൺമെൻറ് യൂസസ് ടാക്സ് മണി ഫോർ എന്തിനൊക്കെയാണ്? ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സൊക്കെ ഈ ഡിഫെൻസിൽ പെട്ടുന്ന സംഭവമാണ്. അതായത് ആർമി, നേവി, എയർഫോഴ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ലിവിങ് എക്സ്പെൻസ് അല്ലാതെ ഡിഫെൻസൊക്കെ ആകുമ്പോൾ കുറേ മെഷീൻസ്, അതുപോലെ ഗൺസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു എമൗണ്ടും നമ്മൾ ഈ ടാക്സ് കൊടുക്കുന്നതിൽ നിന്നാണ് ഇവരെടുക്കുന്നത്. പിന്നെ പറയുന്നതാണ് എഡ്യൂക്കേഷൻ, സ്കൂൾസും കോളേജൊക്കെ. ഗവൺമെൻറ് സ്കൂൾസും ഗവൺമെൻറ് കോളേജസും ഒക്കെ റണ്ണാവുന്നത് നമ്മൾ കൊടുക്കുന്ന ഈ ടാക്സ് എമൗണ്ടിൽ നിന്ന്. പിന്നെ ഹെൽത്ത് കെയർ, ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, മെഡിസിൻസ് ഒക്കെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ നീതി സ്റ്റോഴ്സിലൊക്കെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് മെഡിസിൻസ് കിട്ടും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അടുത്ത പിന്നെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, ബ്രിഡ്ജ്, ഡാമൊക്കെ ഗവൺമെൻറ് ബിൽഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് എമൗണ്ട് കൊണ്ടാണ്. അടുത്തത് പബ്ലിക് വെൽഫെയർ സ്കീം ഫോർ പുവർ ആൻഡ് നീഡി. പബ്ലിക് വെൽഫെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിൽ ഈ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ സ്കീംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ പബ്ലിക് വെൽഫെയർ സ്കീംസ്, ആ ഒരു പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത് നമ്മുടെ കയ്യിൽ നിന്നുള്ള ടാക്സ് പിരിച്ചുകൊണ്ട് തന്നെയാണ്. അതാണ് ദ ഗവൺമെൻറ് യൂസസ് ദ ടാക്സ് മണി ഫോർ എന്തിനൊക്കെയാണ്? ഡിഫെൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, പബ്ലിക് വെൽഫെയർ ഒക്കെയാണ്. സോ ടാക്സസ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദ ഗവൺമെൻറ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ടാക്സസ് ആണ്. അത്രയാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. നമ്മൾ എന്തിനാണ് ടാക്സ് കൊടുക്കുന്നത്? ടാക്സ് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗവൺമെൻറ് നമ്മുടെ സൊസൈറ്റിയെ റൺ ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് കുറച്ച് എമൗണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്നുള്ള ടാക്സ് പിരിച്ചതിന് ശേഷമാണ്. അങ്ങനെയുള്ള എമൗണ്ട് കളക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഡിഫെൻസിന് എമൗണ്ട് കൊടുക്കുന്നു. പിന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഇൻഫ്രാസ്ട്രക്ചർ, പബ്ലിക് വെൽഫെയർ ഒക്കെ സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത് ഈ ഒരു എമൗണ്ട് യൂസ് ചെയ്തതുകൊണ്ടാണ് ഗവൺമെൻറ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ടാക്സ് എന്ന് നമ്മൾ ഇത്രയും നേരം കൊണ്ട് ടാക്സ് എന്താണെന്ന് പഠിച്ചല്ലേ. ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് കുറച്ച് വ്യക്തികൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഇമ്പോസ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ്. ഇത്ര അവർ കൊടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിതമായിട്ട് കമ്പൽസറി ആയിട്ട് ഒരു സൊസൈറ്റിയിൽ അവർ ജീവിക്കുന്നതിൻ്റെ ബെനിഫിറ്റായിട്ട് ഗവൺമെൻറ് മനുഷ്യരിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. ഈ എമൗണ്ട് ഗവൺമെൻറ് യൂസ് ചെയ്യുന്ന എന്തിനൊക്കെയായിരുന്നു? ഡിഫെൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഹൗസിങ്, വെൽഫെയർ ആക്ടിവിറ്റീസൊക്കെ. അടുത്ത് ഇനി ടൈപ്സ് ഓഫ് ടാക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ടാക്സസ് ഉണ്ട് ഇന്ത്യയിൽ. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമുക്ക് 2 ടൈപ്പ് ടാക്സസ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എ ഡയറക്റ്റ് ടാക്സ് ഇസ് പെയ്ഡ് ഡയറക്ട്ലി ബൈ എ പേഴ്സൺ ടു ദ ഗവൺമെൻറ്. ഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റ് പേ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡയറക്റ്റ് ടാക്സ് ചാർജ് ചെയ്യുന്നത് ഇൻകം അല്ലെങ്കിൽ വെൽത്തിൻ്റെ മേലിലാണ്. കനോട്ട് ബി ഷിഫ്റ്റഡ് ടു സമ്മൺ എൽസ്. വേറൊരു വ്യക്തിയിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എ ഡയറക്റ്റ് ടാക്സ് ഇസ് പെയ്ഡ് ഡയറക്ട്ലി ബൈ എ പേഴ്സൺ ടു ദ ഗവൺമെൻറ്. ഒരു വ്യക്തി ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് ആ വ്യക്തി തന്നെ സ്വയം എമൗണ്ട് പേ ചെയ്യുന്നതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്ന എന്തിൻ്റെ ബേസിസിലാണ്? ഇൻകം, നമ്മുടെ വരവ് അല്ലെങ്കിൽ നമുക്കുള്ള വെൽത്ത്, നമുക്കുള്ള സമ്പാദ്യത്തിൻ്റെ ബേസിസിലാണ്
ഈ ഒരു ഡയറക്റ്റ് ടാക്സസ് ഇമ്പോസ് ചെയ്യുന്നത്. ഈ ഒരു ഡയറക്റ്റ് ടാക്സിൻ്റെ ലയബിലിറ്റി നമുക്കൊരു വേറൊരു വ്യക്തിയിലേക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ആ ഒരു ലയബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ തന്നെ ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് പേ ചെയ്യണം. അതാണ് പറയുന്നത് ദ പേഴ്സൺ ഹു പേയ്സ് ദ ടാക്സ് ബിയേഴ്സ് ദ ബർഡൻ ഹിംസെൽഫ്. അതായത് ഏത് വ്യക്തിയാണോ ടാക്സ് പേ ചെയ്യുന്നത്, അപ്പോൾ ടാക്സിൻ്റെ ബേർഡനും ആ ഒരു വ്യക്തിയിൽ തന്നെ ആയിരിക്കും, വേറൊരു വ്യക്തിയിലേക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൽ കീ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത് ഈ ടാക്സിൻ്റെ ബേർഡൻ വേറൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി, നമ്മുടെ ഇൻകത്തിൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. അതായത് കുറച്ച് ഇൻകമുള്ള ആൾക്ക് കുറച്ച് ടാക്സും കൂടുതൽ ഇൻകമുള്ള ആൾക്കും കൂടുതൽ ടാക്സും, അതുപോലെ ഇൻകത്തിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പെയ്ഡ് ഡയറക്റ്റ്ലി ബൈ എ പേഴ്സൺ, ഒരു വ്യക്തി സ്വമേധയാ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡയറക്റ്റ്ലി ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നതിനാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. പിന്നെന്താ, ചാർജ്ഡ് ഓൺ ഇൻകം ഓർ വെൽത്ത്, അദ്ദേഹത്തിൻ്റെ വ്യക്തിനെയോ വെൽത്തിനെയോ അതായത് സമ്പാദ്യത്തിനോ ഇൻകത്തിനെയോ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ എമൗണ്ട് എന്ന് പറയുന്നത്. ഈ എമൗണ്ട് നമുക്ക് വേറൊരു വ്യക്തിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ സാധിക്കില്ല. ഇത്രയാണ് ഡയറക്റ്റ് ടാക്സിലെ മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഈ ഡയറക്റ്റ് ടാക്സിൽ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്. ഇഫ് യു ഏൺ മണി യു മസ്റ്റ് പേ ടാക്സ് ഓൺ ദാറ്റ് ഇൻകം. അതായത് നിങ്ങളൊരു എമൗണ്ട് ഇൻകമായിട്ട് ഏൺ ചെയ്യുകയാണെങ്കിൽ, ഒരു എമൗണ്ട് ഏൺ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഇൻകത്തിൽ നിങ്ങൾ തന്നെ ടാക്സ് പേ ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാഹുൽ ഏൺസ് 6 lakh പെർ ഇയർ. രാഹുൽ എന്ന് പറയുന്ന വ്യക്തി 6 ലക്ഷം രൂപ ഓരോ വർഷവും ഏൺ ചെയ്യുന്നുണ്ട്. ഹി പേയ്സ് ഇൻകം ടാക്സ് ടു ദ ഗവൺമെൻറ്. ആ ഒരു 6 ലക്ഷത്തിൻ്റെ മേലെ അയാൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്നുണ്ട്. ഹി കനോട്ട് പാസ് ദിസ് ടാക്സ് ടു എനിവൺ എൽസ്, സോ ഇറ്റ് ഈസ് ഡയറക്റ്റ് ടാക്സ്. അതായത് രാഹുലിന് 6 ലക്ഷം രൂപയുടെ ഇൻകം ഉണ്ടായിരുന്നു. ആ ഇൻകത്തിന് അയാൾ എത്രയാണോ ടാക്സ് റേറ്റ് എന്ന് വെച്ചാൽ അതൊക്കെ കമ്പ്യൂട്ട് ചെയ്ത് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്ത ടാക്സ് അയാൾ എവരി ഇയർ അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് ടാക്സ്. ഈ ഡയറക്റ്റ് ടാക്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടാക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എമൗണ്ട് അയാൾക്ക് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമുക്ക് 2 ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം പറഞ്ഞത് ഡയറക്റ്റ് ടാക്സ്, ഇനി രണ്ടാമത്തെയാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കിയാൽ, ഇൻഡയറക്റ്റ് ടാക്സ് ചാർജ്ഡ് ഓൺ ഗുഡ്സ് ഓർ സർവീസ്. ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സാധനങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും സർവീസിനോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സർവീസിനോ ചാർജ് ചെയ്യുന്ന ടാക്സിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ചെയ്തിരുന്ന എന്തിലായിരുന്നു? ഇൻകത്തിലെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വെൽത്തിനെ ആയിരുന്നു ഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ചാർജബിൾ ആവുന്നത് ഗുഡ്സ് ഓർ സർവീസിലാണ്. പെയ്ഡ് ബൈ വൺ പേഴ്സൺ ബട്ട് ബോൺ ബൈ അനദർ ക്യാൻ ബി ഷിഫ്റ്റ്. അതായത് ഈ ഒരു എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത് ഒരാളാണെങ്കിലും അയാൾക്ക് തന്നെയാണ് ഈ ഒരു ടാക്സ് വന്നത് എന്ന് പറയാൻ പറ്റില്ല. അയാളുടെ പേരിലാണ് ഈ ടാക്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഒരു പേഴ്സണിലാണ് ഈ ഒരു ടാക്സിൻ്റെ എമൗണ്ട് ഇമ്പോസ് ആവുന്നതെങ്കിൽ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തുന്നതെങ്കിലും ആ ഒരാൾക്ക് ആ ടാക്സിൻ്റെ ലയബിലിറ്റി വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത്. ദ സെല്ലർ കളക്ട്സ് ടാക്സ് ഫ്രം ദ ബയർ ആൻഡ് പേയ്സ് ഇറ്റ്സ് ടു ദ ഗവൺമെൻറ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് സെല്ലർ, ബയർ, ഈ 2 വ്യക്തികളാണ്. സെല്ലറിനും ബയറിനും ഇൻഡയറക്റ്റ് ടാക്സിൽ വളരെ വലിയ റോളാണുള്ളത്. കാരണം സെല്ലർ ബയറിന് ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് കൊടുത്തു. അപ്പോൾ
ബയറിൻ്റെ കയ്യിൽ നിന്ന് സെല്ലർ ടാക്സ് കളക്ട് ചെയ്യുന്നു. നേരെ തിരിയും. ബയർ സെല്ലറിന് ടാക്സ് എമൗണ്ട് കൊടുക്കും. എന്നിട്ട് ഈ സെല്ലറാണ് ബയറിൻ്റെ ടാക്സ് പേ ചെയ്യുന്നത്. മനസ്സിലായോ? ദ സെല്ലർ കളക്ട്സ് ടാക്സ് ഫ്രം ദ ബയർ ആൻഡ് പേസ് ഇറ്റ്സ് ടു ദ ഗവൺമെൻറ്. നമ്മൾ കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പാക്കറ്റ് ലേസ് വാങ്ങിച്ചു. 5 രൂപയായിരിക്കും ലേസിൻ്റെ വില എന്ന് വെച്ചു. അപ്പോൾ അതിൽ 3 രൂപയായിരിക്കും ശരിക്കും ആ ലേസിൻ്റെ വിലയെങ്കിൽ 2 റുപ്പീസ് ടാക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ടാക്സ് 2 റുപ്പീസ് ടാക്സ് ഡയറക്റ്റ് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ അടയ്ക്കുമല്ല. അതായത് ബയറായിട്ടുള്ള ഞാൻ ആ ഒരു 2 റുപ്പീസ് ഡയറക്റ്റ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുമല്ല. പകരം നമ്മൾ 3 + 2 5 റുപ്പീസ് സെല്ലറിന് കൊടുക്കുന്നു. എന്നിട്ട് ആ സെല്ലറാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അതായത് നമ്മൾ ആ സാധനം വാങ്ങിച്ചു കഴിയുമ്പം നമുക്കാണ് ടാക്സ്, നമ്മളാണ് നമ്മളിലേക്കാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ ടാക്സ് പേ ചെയ്യുന്നത് നമ്മളായിരിക്കില്ല, വേറൊരു വ്യക്തിയായിരിക്കും. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് ട്രാൻസ്ഫറബിൾ ആണെന്ന് പറയാൻ കാരണം. പക്ഷേ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മളാണ് 2 റുപ്പീസ് ടാക്സ് അടയ്ക്കേണ്ടതെങ്കിൽ ആ ഒരു 2 റുപ്പീസ് ടാക്സ് നമ്മൾ തന്നെ ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് അടയ്ക്കണം. പക്ഷേ ഇവിടെ 2 റുപ്പീസ് ടാക്സ് സെല്ലറാണ് അടയ്ക്കുന്നത്. അതിനാണ് ദ സെല്ലർ കളക്ട്സ് ടാക്സ് ഫ്രം ദ ബയർ ആൻഡ് പേസ് ഇറ്റ് ടു ദ ഗവൺമെൻറ്. ഇതിൽ കീ പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത് ബർഡൻ ക്യാൻ ബി ട്രാൻസ്ഫേർഡ്, ബർഡൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡഡ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, അതായത് നമ്മൾ ഓൾറെഡി വാങ്ങിക്കുമ്പോൾ തന്നെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ വാല്യൂ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. എക്സാമ്പിൾ നോക്കാം. ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ടാക്സ് ഓൺ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിന് അടയ്ക്കുന്ന ഒരു ടാക്സിനെയാണ് GST എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയണേ, യു ബൈ എ ഡ്രസ് ഫോർ ₹1000. നിങ്ങൾ ഒരു 1000 റുപ്പീസിന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു. അതിൽ 18% GST 180 രൂപ നമ്മൾ GSTക്ക് കൊടുത്തു. അതിൽ ടോട്ടൽ പ്രൈസ് 1180 രൂപ നമ്മൾ ഷോപ്പ് കീപ്പറിന് കൊടുത്തു. അതിൽ 180 രൂപ എന്ന് പറയുന്നത് ടാക്സ് എമൗണ്ട് ആണ്. ആ എമൗണ്ട് നമ്മൾ ഷോപ്പ് കീപ്പറിന് കൊടുത്തു കഴിയുമ്പം ഷോപ്പ് കീപ്പറാണ് ആ ഒരു 180 രൂപ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അതാണ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിളാണ് കസ്റ്റംസ് ഡ്യൂട്ടിയും. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുമ്പം ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് കമ്മിങ് ഫ്രം അതർ കൺട്രീസ്. അതായത് വേറൊരു രാജ്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് ഗുഡ്സ് കൊണ്ടുവരുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഒരു ടേം നമ്മൾ ശ്രദ്ധിക്കണം. ഇമ്പോർട്ട് എന്ന് പറയുന്നത്, എക്സാമ്പിൾ പറയുന്നതാണ്, UK എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ക്ലോത്ത്സ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ഫോർ സെയിൽ പർപ്പസ്. അതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ടാക്സ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് കമ്മിങ് ഫ്രം അതർ കൺട്രീസ്. അങ്ങനെ വരുന്ന ഗുഡ്സിൽ ചുമത്തുന്ന ടാക്സിനെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി. എക്സാമ്പിൾ, എ കമ്പനി ഇമ്പോർട്ട്സ് എ ഫോൺ ഫ്രം അനദർ കൺട്രി, ഗവൺമെൻറ് ചാർജസ് കസ്റ്റംസ് ഡ്യൂട്ടി. അതായത് ഒരു കമ്പനി കുറച്ച് ഫോൺ വിൽക്കാനുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പുറത്തുനിന്നുള്ളൊരു രാജ്യത്ത് നിന്ന് കുറച്ച് ഫോൺസ് ഇമ്പോർട്ട് ചെയ്തു. ആ ഒരു ഫോണിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദ കമ്പനി ഇൻക്രീസസ് ദ പ്രൈസ്, ഫൈനൽ കസ്റ്റമർ പേസ് ദ എക്സ്ട്രാ കോസ്റ്റ്. അതായത് ഇങ്ങനെ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിയുമ്പം ഈ ടാക്സിൻ്റെ ലോസ് ഓരോ കമ്പനികളും മിറ്റിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കടയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഷോപ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവർ ഈ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ എമൗണ്ട് കൂടി ഓരോ ഫോണിലേക്കും ഇമ്പോസ് ചെയ്യും. അങ്ങനെ ആണ് ഇവർ ലോസ് മിറ്റിഗേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ
ലോസ് മിറ്റിഗേറ്റ് ചെയ്യുന്ന കമ്പനി ഇൻക്രീസ് ദ പ്രൈസ്. അപ്പോൾ ഫൈനൽ കസ്റ്റമർ പേസ് ദ എക്സ്ട്രാ കോസ്റ്റ്. അപ്പോൾ ഫൈനൽ കസ്റ്റമർ ആയിരിക്കും എക്സ്ട്രാ വരുന്ന കോസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ദ കമ്പനി ഇൻക്രീസസ് ദ പ്രൈസ്, ഫൈനൽ കസ്റ്റമർ പേസ് ദ എക്സ്ട്രാ കോസ്റ്റ്. അതായത് കമ്പനി പ്രൈസ് എക്സ്ട്രാ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പം കസ്റ്റമർ വന്ന് ആ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പം ആ ഒരു എമൗണ്ടിൽ, അവരുടെ ബില്ലിലുള്ള എമൗണ്ടിൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് അവർ ഷോപ്പ് കീപ്പറിന് കൊടുക്കുകയാണ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയും കസ്റ്റമർ ആയിരിക്കില്ല പേ ചെയ്യുന്നത്, പകരം ആരായിരിക്കും? ഷോപ്പ് കീപ്പർ ആയിരിക്കും ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് ഈ എമൗണ്ട് പേ ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലിൽ വരുന്ന ടാക്സ്, നമ്മളിലേക്ക് ഇമ്പോസ് ആവുന്ന ടാക്സ് വേറൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതിനാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വരുന്നുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിൻ്റെ ബേസിസിലായിരിക്കും ഈ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ടിൽ GST എമൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഷോപ്പ് കീപ്പറിന് പേ ചെയ്യും. എന്നിട്ട് ഷോപ്പ് കീപ്പറാണ് ഗവൺമെൻറ്റിലേക്ക് ഈ എമൗണ്ട് അടയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻഡയറക്റ്റ് ട്രാൻസാക്ഷനിൽ വരുന്നത്, അതായത് ഇൻഡയറക്റ്റ് ടാക്സാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഗുഡ്സിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ വേറൊരു ക്ലോസ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടഡ് ഗുഡ്സിന് ചുമത്തുന്ന ടാക്സാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് രണ്ടും അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നതാണ്. കമ്പനി ഇൻക്രീസസ് ദ പ്രൈസ്, ഫൈനൽ കസ്റ്റമർ പേസ് ദ എക്സ്ട്രാ കോസ്റ്റ്. ഇനി നമുക്കൊരു സമ്മറി പോലെ നോക്കാം. ഡിഫറൻസ് ഇൻ സിമ്പിൾ വേർഡ്സ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ യു പേ യുവർ ഓൺ ടാക്സ്, അതായത് നമ്മുടെ തന്നെ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് അടയ്ക്കുന്നു. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പം യു പേ ടാക്സ് വെൻ യു ബൈ സംതിങ്, എന്തെങ്കിലും വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ സെല്ലറിന് ടാക്സ് കൊടുക്കുന്നു, സെല്ലർ ആ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കഴിയുമ്പോൾ കൊടുക്കുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നുണ്ട്. അതിൽ 2 ക്ലോസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഗുഡ്സും പിന്നെ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണെങ്കിൽ അതിൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഇൻഡയറക്റ്റ് ടാക്സാണ്. ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, എന്നതായിരുന്നു? ഇൻകം ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ GSTയും കസ്റ്റംസ് ഡ്യൂട്ടിയും. അടുത്ത് സിമ്പിൾ റിയൽ ലൈഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറയുവാണെങ്കിൽ പേയിങ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഡയറക്റ്റ് ടാക്സും ബൈയിങ് എ ചോക്ലേറ്റ് വിത്ത് GST ഇൻക്ലൂഡ് ഇൻഡയറക്റ്റ് ടാക്സും. കൺക്ലൂഷൻ: taxes are very important because they are the main income of the government. ഗവൺമെൻറ്റിൻ്റെ മെയിൻ ഇൻകം ആണ്. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞായിരുന്നു, ഗവൺമെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻകമാണ് എന്താ ടാക്സ് എന്ന് പറയുന്നത്. ഈ ടാക്സ് എമൗണ്ട് കൊണ്ടാണ് ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഒരു ഗവൺമെൻറ്റിന്. അങ്ങനെയാണ് നമ്മുടെ ബിൽഡിങ്സും ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഗവൺമെൻറ് ഹോസ്പിറ്റൽസും ഒക്കെ റണ്ണാവുന്നത്. പിന്നെ ഡിഫൻസൊക്കെ ദേ ഹെൽപ്പ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. ഇങ്ങനെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി അതിലൂടെ നടക്കും. ദേ പ്രൊവൈഡ് ബേസിക് ഫെസിലിറ്റീസ് ടു ദ പീപ്പിൾ. ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കും. അത് നമ്മൾ പറഞ്ഞു. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ എ സൊസൈറ്റി എന്ന് പറഞ്ഞു. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളാണ് റോഡ്, ബ്രിഡ്ജൊക്കെ. അതൊക്കെ നമ്മൾ ടാക്സ് പേ ചെയ്യുന്ന എമൗണ്ടിലൂടെയാണ് ഗവൺമെൻറ് നമുക്ക് തിരികെ തരുന്നത്. Direct taxes are fair because they depend on income. Indirect taxes are easy to collect and paid during spending. അതായത് ഡയറക്റ്റ് ടാക്സ് ഫെയർ ആണെന്ന് പറയുന്നത് കാരണം നമ്മൾ ഇൻകത്തിൻ്റെ ബേസിസിലായിരിക്കും. ഇപ്പോൾ ഒരാൾക്ക് 10,000 രൂപയാണ് സാലറി, വേറൊരാൾക്ക് 1,00,000 രൂപയാണ് സാലറിയെങ്കിൽ ഈ 10,000 രൂപ സാലറി ഉള്ള വ്യക്തിയും 1,00,000 രൂപ സാലറി ഉള്ള വ്യക്തിയും സെയിം എമൗണ്ട് ആയിരിക്കില്ല ടാക്സായിട്ട് പേ ചെയ്യുന്നത്. അവരുടെ ഇൻകത്തിൻ്റെ ബേസിസിൽ റേറ്റ് സെയിം ആയിരിക്കും. അപ്പം റേറ്റ് സെയിം ആയിരിക്കും, പക്ഷേ പേ ചെയ്യേണ്ട എമൗണ്ട് അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ കളക്ട് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെ സ്പെൻഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ കൊടുക്കുന്ന ഒരു ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടാക്സിൻ്റെ മീനിങ് പഠിച്ചു. പിന്നെ 2 ടൈപ്പ് ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഡയറക്റ്റ് ടാക്സും പിന്നെ രണ്ടാമത്തെ ഇൻഡയറക്റ്റ് ടാക്സും. അതെല്ലാം നമ്മൾ തറവായിട്ട് പഠിച്ചു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ അടുത്ത ടോപ്പിക്ക് പഠിക്കാം.
ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ പവർ ടു ലെവി ടാക്സ്, അതായത് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് ആർക്കൊക്കെ സാധിക്കും, അതായത് ഗവൺമെൻറ്റിൽ തന്നെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ, അല്ല അടുത്ത പോർഷനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.